സ്ക്വയർ നമുക്ക് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. 25ന്റെ സ്ക്വയർ, 5ന്റെ ഒറ്റ സ്ഥാനത്ത് 5 വരുവാന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യം 5ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ അതിന് മുമ്പുള്ള സംഖ്യ 2, രണ്ടും തൊട്ടടുത്ത സംഖ്യയും കൂടെ 3 കൂടെ ഗുണിച്ച് ഇവിടെ എഴുതുക. അത്രയേ ഉള്ളൂ. ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 65ന്റെ സ്ക്വയർ, ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണല്ലോ. അപ്പോൾ ആദ്യം 5ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഇവിടെ ഉള്ളത് 6 ആണ്. 6ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. 6, 7, 6ഉം തൊട്ടടുത്ത സംഖ്യ 6ഉം 7ഉം കൂടെ ഗുണിച്ച് ഇവിടെ എഴുതുക. ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. 75ന്റെ സ്ക്വയർ. അപ്പോൾ ആദ്യം 5ന്റെ സ്ക്വയർ എഴുതുക ഇതില്ലേ, പിന്നെ ഇവിടെ 7 ആവുള്ളൂ. 7ഉം അടുത്ത സംഖ്യയും കൂടെ 8ഉം കൂടെ ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക. 7, 8, 56. ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണെങ്കിൽ നമുക്ക് എളുപ്പം ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ്. 45ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ എഴുതുക ആദ്യം. 5ന്റെ സ്ക്വയർ 25, പിന്നെ ഇവിടെയുള്ള സംഖ്യ 5 കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള 4, 4ഉം അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 4ഉം 5ഉം കൂടെ ഗുണിക്കുക. അതായത് 20, 25, 2025. 95ന്റെ സ്ക്വയർ, ആദ്യം ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണ്. ആദ്യം 5ന്റെ സ്ക്വയർ എഴുതുക, പിന്നെ ഈ 9ഉം തൊട്ടടുത്ത സംഖ്യ 10ഉം കൂടെ ഗുണിക്കുക. അതായത് 90, 9025. ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആദ്യം